നമസ്കാരം ഫ്രണ്ട്സ്, ടെക് ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് മെൽബൺ സ്റ്റാർസും ബ്രിസ്ബെൻ ഹീറ്റും തമ്മിലുള്ള BBLൻ്റെ സെക്കൻഡ് മാച്ചിൻ്റെ പ്രിവ്യൂസും പ്രഡിക്ഷൻസും ആണ്. സോ ഫസ്റ്റ് മാച്ചിൻ്റെ വീഡിയോസ് ഒത്തിരി പേര് കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒത്തിരി ടിപ്സും കിട്ടി. ഇനി ലാസ്റ്റ് മിനിറ്റ് ആണെങ്കിലും ഒത്തിരി ടിപ്സ് യൂസ്ഫുൾ ആയിട്ടുണ്ട്. എഗെയിൻ റിപ്പീറ്റിംഗ്, വീഡിയോ ഫുള്ളായി തന്നെ കാണുക. ബേസ് ടീം ഇടുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അതൊരിക്കലും ഒരു ഫൈനൽ ടീം അല്ല. ഫൈനൽ ടീം ഞാൻ എപ്പോഴും അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ, ഞാൻ ഓഫീസ് വർക്കിനിടയിൽ തിരക്കല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ചാനലിലിടും, ടെലിഗ്രാം ചാനലിലിടും, എലോങ് വിത്ത് സം ടിപ്സ്. പിന്നെ ഈ നമ്മുടെ ഈ എക്സ്പാക്ടർ സബും കൂടെ വന്നതുകൊണ്ട് കുറച്ച് കൂടുതൽ ടിപ്സ് തരേണ്ടതുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ ഇന്ന് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടെലിഗ്രാം ചാനലിൻ്റെ ID നമ്മുടെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയും ജോയിൻ ചെയ്യാത്തവർ വേഗം തന്നെ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. സോ മെൽബൺ സ്റ്റാർസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ടീംസ് ആയിരുന്നു ബിഗ് ബാഷിൻ്റെ ലാസ്റ്റ് സീസണിൽ. ദ ടീം ഇസ് ലെഡ് ബൈ ഗ്ലെൻ മാക്സ്വെൽ. സോ സിഡ്നി സിക്സേഴ്സുമായിട്ടുള്ള ഒരു ഫൈനൽ അവർ കളിച്ചു. അതിലവർ റണ്ണേഴ്സ് അപ്പ് ആണ്. ഇനി ഇവരുടെ ഫസ്റ്റ് സീസൺ മാച്ച് എന്ന് പറഞ്ഞാൽ ബ്രിസ്ബെൻ ഹീറ്റിൻ്റെ കൂടെയാണ്. ഡിസംബർ 11 മനുക്ക ഓവൽ കാൻബറയിലാണ്. അപ്പോൾ സ്റ്റാർസ് ഓൾറെഡി ഒരു 14-man സ്ക്വാഡ് ഓപ്പണിംഗ് ഗെയിമിന് വേണ്ടി റെഡിയാക്കിയിട്ടുണ്ട്. ഹെഡ് ടു ഹെഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹീറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാർസുമായിട്ട് 8-4 എന്നുള്ള രീതിയിൽ ലീഡ് ചെയ്യാണ്. ബട്ട് on paper നോക്കുകയാണെങ്കിൽ the former looks a much better unit because stars have plenty of international stars. ഹീറ്റിന് കഴിഞ്ഞ പ്രാവശ്യം പ്ലേ ഓഫിന് വേണ്ടി ക്വാളിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ ഈ ഒരു പ്രാവശ്യം ഒരു മാക്സിമം കളിക്കാൻ തന്നെ മാക്സിമം നോക്കും. ക്രിസ് ലിൻ ആണ് അവരുടെ സ്കിപ്പർ. വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് പ്ലെയേഴ്സ് ആണ്. ഓൾമോസ്റ്റ് എവറിത്തിങ് ഈസ് ഡിപ്പെൻഡൻറ്റ് അപ്പോൺ ക്രിസ് ലിൻ. ഫോർ ദ ടൈം ബീയിങ് നമുക്ക് പറയാൻ പറ്റുന്നത് സ്റ്റാർസ് ആണ് ഒരു ഫേവറേറ്റ്സ് എന്ന് പറയാനായിട്ട്. കാരണം മാക്സ്വെൽ അല്ലാണ്ട് തന്നെ മെൽബൺ സ്റ്റാർസിൽ ഒത്തിരിയധികം നാഷണൽ ടീം സ്റ്റാർസ് ഉണ്ട്. ലൈക്ക് മാർക്കസ് സ്റ്റോയിനിസ്, ആഡം സാംബ, നത്തൻ കുൾട്ടനൈൽ. മാർക്കസ് സ്റ്റോയിനിസ് കഴിഞ്ഞ പ്രാവശ്യം BBL ഓൾമോസ്റ്റ് ഒന്നിടവട്ടെങ്കിലും എല്ലാ മാച്ചിലും 70+ സ്കോർ ചെയ്ത ഒരു പ്ലെയർ ആയിരുന്നു സ്റ്റോയിനിസ്. കാരണം സ്റ്റോയിനിസ് ഇവിടെ ഓപ്പൺ റൈറ്റ് ആണ് മാക്സിമം കളിക്കുന്നത്. സോ സ്റ്റോയിനിസ് ക്യാൻ ബി എ ഹ്യൂജ് ഫാക്ടർ ഇൻ ദിസ് മാച്ച് ഓൾസോ. പിന്നെ ബെൻഡങ്ക് ഉണ്ട് അവരുടെ ലൈനപ്പിൽ. T20 വളരെയധികം ഇമ്പോർട്ടൻറ്റ് പ്ലെയർ ആണ്. ഏതൊരു ബൗളിംഗ് അറ്റാക്കിനെ റിപ്പ് ചെയ്യാനുള്ള കഴിവുള്ള ഒരു പ്ലെയർ ആണ്. പക്ഷേ ഹീറ്റിന് അവരുടെ മെയിൻ പ്ലെയർ ആയിട്ടുള്ള മുജിബുർ റഹ്മാനെ മിസ് ചെയ്യും. കാരണം ഹി ഹാസ് ബീൻ ടെസ്റ്റഡ് പോസിറ്റീവ് ഫോർ COVID-19. സോ ദേ വിൽ ലുക്ക് അപ്പ് ഫോർ എക്സ്പീരിയൻസ് പ്ലേയേഴ്സ് ലൈക്ക് ബെൻ ലോഫിൻ, ടോം കുപ്പർ, ലിൻ. അല്ലാതെ ഇവരൊക്കെയാണ് കുറച്ചും കൂടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സെറ്റപ്പ് ഹീറ്റിന് വേണ്ടിയിട്ട്. ഇനി ഡീറ്റെയിൽസ് പറയാനാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ മനുക്ക ഓവൽ കാൻബറയിലാണ് നടക്കാൻ പോകുന്നത്. ഇനി വെന്യൂവിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദ വെന്യൂ ഹാസൻ ഹോസ്റ്റ് എ ലോട്ട് ഓഫ് T20s സിൻസ് 2019. സോ 2 T20s ഉള്ളൂ മേജറായിട്ട് കണ്ടക്ട് ചെയ്തത് ആഫ്റ്റർ ദാറ്റ് 2019. ബോത്ത് മാച്ചസ് ഹാസ് ബീൻ ഫെയർലി ഹൈ സ്കോറിംഗ് ആൻഡ് ട്രാക്ക് ഈസ് എക്സ്പെക്റ്റഡ് ടു പ്രെറ്റി സിമിലർ ഈവൻ ഓൺ ഫ്രൈഡേസ് എൻകൗണ്ടർ. ബാറ്റിംഗ് ഫസ്റ്റ്, പിന്നെ പുട്ടിംഗ് റൺസ് ഓൺ ദ ബോർഡ്. അത് തന്നെയാണ് എല്ലാ ക്യാപ്റ്റൻസും ഈ ഒരു പിച്ചിൽ അനുസരിക്കാൻ പോകുന്നത്. ഇനി ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു 14 ഡിഗ്രി സെൽഷ്യസ് മാർക്കിലായിരിക്കും വരാൻ പോകുന്നത്. ഹ്യൂമിഡിറ്റി ഓൺ ദ മിഡ് 50s. ഇനി ഓസ്ട്രേലിയയും ഇന്ത്യയും ഒരു T20 ലാസ്റ്റ് വീക്കിൽ ഈ ഒരു വെന്യൂവിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. ദ വിസിറ്റേഴ്സ് ഡിഫൻഡഡ് 161 runs ആഫ്റ്റർ ബാറ്റിംഗ് ഫസ്റ്റ് ടു ടേക്ക് ദ ലീഡ്. ഇനി സ്പിന്നേഴ്സ് അവർ മാച്ചിൽ പിക്ഡ് എ ടോട്ടൽ ഓഫ് 5 wickets ഔട്ട് ഓഫ് 14 to fall. The team winning the toss is expected to bat first given the spinners dominance in second innings. So ഈ ഒരു കാര്യം നിങ്ങൾ ക്ലിയർ ആയിട്ട് നോക്കുക. അതിനാണ് വേണ്ടിയാണ് ഞാൻ സ്ട്രെസ് ചെയ്ത് പറയുന്നത്. വെതർ റിപ്പോർട്ട് എഗെയിൻ വേറെ മഴയുടെ ഇഷ്യൂസ് ഒന്നുമില്ല. ടെമ്പറേച്ചർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 13 to 16 ഡിഗ്രി സെൽഷ്യസ്. ആവറേജ് ഫസ്റ്റ് ഇന്നിംഗ് സ്കോർ നോക്കുകയാണെങ്കിൽ 170 ആണ്. ഓൾമോസ്റ്റ് എല്ലാം നോക്കുമ്പോൾ ഒരെണ്ണം ജയിച്ചു, ഒരെണ്ണം തോറ്റു ചേസിംഗ് ടീംസിൻ്റെ. ഹെഡ് ടു ഹെഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 12 മാച്ചസ് നേരത്തെ പറഞ്ഞ പോലെ മെൽബൺ സ്റ്റാർസ് 4 ബ്രിസ്ബെൻ ഹീറ്റ് 8, അബാൻഡൻഡ് 0. സ്ട്രെങ്ത് മെൽബൺ സ്റ്റാർസിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു പെർഫെക്റ്റ് ബാറ്റിംഗ് ഓർഡർ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. കാരണം വളരെ ഇമ്പോർട്ടൻറ്റ് എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഓപ്പണേഴ്സ് ഉണ്ട്. ഫീൽഡിംഗ് റെസ്ട്രിക്ഷൻസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു പ്ലെയറാണ്. ദേ ഹാവ് എ സ്പിൻ ബാഷർ ഇൻ ദ മിഡിൽ. ദേ ഹാവ് ഗ്ലെൻ മാക്സ്വെൽ ഫോർ സ്ട്രോങ് ഫിനിഷ്. ഇതിൽ കൂടുതൽ സ്ട്രെങ്ത് അവർക്ക് വേണ്ട. ബ്രിസ്ബെൻ ഹീറ്റിനെ എല്ലാവരും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്നത് ക്രിസ് ലിൻ ആണ്. എല്ലാവർക്കും അറിയാം. മാക്സ് ബ്രൈൻഡ് അതുപോലെ തന്നെ സീസൺ ക്യാമ്പൈനേഴ്സ് ആണ്. കുറേ നാളെ ഈ ഒരു ഹീറ്റിന് വേണ്ടി കളിക്കുന്ന 2 പ്ലെയേഴ്സാണ്. സോ എല്ലാവരും ഉറ്റുനോക്കുന്ന ഈ 2 പ്ലെയേഴ്സിലാണ്. കാരണം മിഡിൽ ഓർഡറിൽ അല്പം വീക്കാണ്. വീക്ക്നെസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഡെത്ത് ബൗളിംഗ് ഒരു ഇഷ്യൂ തന്നെയാണ്. കാരണം നത്തൻ കുൾട്ടനൈൽ അത്രയും ഒരു സീരിയസ് ഡെത്ത് ബൗളിംഗ് ഓപ്ഷൻ അല്ല. ഇനി ദിൽബാർ ഹുസൈൻ ക്യാൻ ബി ഡെൽറ്റ് വിത്ത് ഈസിലി ആസ് വെൽ ആസ് എ ഡെത്ത്. സോ ദിൽബാർ ഹുസൈൻ ആയിരിക്കാം ഡെത്തിൽ കൂടുതൽ എറിയാൻ പോകുന്നത്. ബ്രിസ്ബെൻ ഹീറ്റിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരുടെ മിഡിൽ ഓർഡർ വീക്കാണ്. മിഡിൽ ഓർഡേഴ്സിൽ നമ്മുടെ മാക്സ്വെലിനെ പോലെ ഒരു എൻഫോഴ്സ് എന്ന് പറഞ്ഞ പ്ലെയർ ആരുമില്ല. അവരുടെ ലീഡ് പേസറായിട്ടുള്ള മോണി മോക്കൽ ഇഞ്ചേർഡ് ആണ്.
സോ ഒത്തിരി ഫ്രഞ്ച് പ്ലെയേഴ്സിനെ വെച്ച് കളിപ്പിക്കേണ്ട ഒരു ഗതികേടാണ് അവർക്കുള്ളത്. സോ ദേ ഹാവ് എ വൺ ഹെൽ ഓഫ് എ ടാസ്ക് ടു ഗെറ്റ് ഓവർ ദ മൈറ്റി സ്റ്റാർസ്. സോ ബ്രിസ്ബെയിൻ ഹീറ്റ് ഇച്ചിരി ഡൗൺ ആണ് ഈ ഒരു കാര്യം കൊണ്ട്. ഫോം ഗേഡ് നോക്കുവാണെങ്കിൽ ലാസ്റ്റ് 5 ഗെയിംസ് സ്റ്റാർസ് ലോസ് വിൻ ലോസ് ലോസ് ലോസ്, ഹീറ്റ് ആണെങ്കിൽ ലോസ് വിൻ ലോസ് ലോസ് ലോസ്. സോ പ്രട്ടി ഈവൻ എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. റെക്കോർഡ്സ് അറ്റ് മനുക ഓവൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ സ്റ്റാർസ് 1 ലോസ് ഇൻ 1 ഗെയിം, ഹീറ്റ് യെറ്റ് ടു പ്ലേ എ ഗെയിം ഇൻ കാൻബറ. സോ പ്രോബബിൾ ലൈനപ്പിന്റെ കാര്യം പറയുകയാണെങ്കിൽ ആൻഡ്രെ ഫ്രെച്ച വിക്കറ്റ് കീപ്പർ, മാർക്കസ് സ്റ്റോയിനിസ്, ബെൻ ടങ്, ഹിൽട്ടൺ കാർട്ട്റൈറ്റ്, ഗ്ലെൻ മാക്സ്വെൽ, നിക് ലാർക്കിൻ, നഥൻ കുൾട്ടർനൈൽ, ബില്ലി സ്റ്റാൻലി, ക്ലിൻ ഹിഞ്ച്ക്ലിഫി, ആഡം സാംബ ആൻഡ് ദിൽബാർ ഹുസൈൻ. ബ്രിസ്ബെയിൻ ഹീറ്റ് ആണെന്നുണ്ടെങ്കിൽ ക്രിസ്ലിൻ, മാക്സ് ബ്രയന്റ്, സാം ഹേസ്ലിറ്റ്, ടോം കൂപ്പർ, ഡോം ലാം ലോറൻസ്, ജിം പിയേഴ്സൺ, സേവിയർ ബാറ്റ്ലെറ്റ്, സൈമൺ മിലെങ്കോ, ബെൻ ലോഫിൻ, മാറ്റ് കുനെമൻ, ജാക്ക് വുഡ് ഓർ കൊന്നസുലി. ഇതാണ് ശരിക്കും പറഞ്ഞ ഒരു പ്രോബബിൾ ലൈനപ്പ് പറയാൻ പറ്റുന്നത്. സോ നമുക്ക് നേരെ ഒരു ബേസ് ടീമിലേക്ക് പോവാം. സോ വിക്കറ്റ് കീപ്പറിൽ നമ്മുടെ പ്രോബബിൾ ലൈനപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ ജിം പിയേഴ്സൺ മാത്രമേ കളിക്കാനുള്ള ചാൻസസ് കാണുന്നുള്ളൂ. ബാറ്റിംഗ് ഓർഡറിൽ ഫസ്റ്റ് ഞാൻ എടുക്കാൻ പോകുന്ന ക്രിസ്ലിൻ. എല്ലാവർക്കും അറിയാം ക്രിസ്ലിൻ എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. പിന്നെ ഹീറ്റിന് വേണ്ടി അടുത്ത ഇമ്പോർട്ടൻറ്റ് പ്ലെയർ ആയിട്ടുള്ള ടോം കൂപ്പർ. നിങ്ങൾക്ക് ടോം കൂപ്പറിനെ വേണമെന്നുണ്ടെങ്കിൽ മാറ്റിയിട്ട് ഇവിടെ ഹിൽട്ടൺ കാർട്ട്റൈറ്റ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം, അല്ലെങ്കിൽ ബെൻടങ്. ഇവിടെ ബെൻടങ് വേറൊരു ഓപ്ഷനാണ്, ബെൻടങ്ങിനെ ട്രൈ ചെയ്യാം. അത് നിങ്ങളുടെ ഓപ്ഷനാണ് ഏത് സെലക്ട് ചെയ്യുന്നുള്ളത്. ബട്ട് ഞാനിവിടെ ഫോർ ദ ടൈം ബീങ് കൂപ്പറിലോട്ട് പോവുകയാണ്. പിന്നെ ആൻഡ്രെ ഫ്ലെച്ചർ സ്റ്റാറിൻ്റെ ഫസ്റ്റ് ബാറ്റ്സ്മാൻ ഞാൻ എടുക്കുവാണ്. പിന്നെ ഉള്ളത് മാക്സ് ബ്രയൻ. മാക്സ് ബ്രയനും ക്രിസ്ലിനുമാണ് മെയിൻ ആയിട്ടുള്ള അവരുടെ ബാറ്റിംഗ് സെറ്റപ്പിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇരിക്കുന്നത്. മിഡിൽ ഓർഡർ കംപ്ലീറ്റ് വീക്കാണ്. ഓൾറൗണ്ടർ സെക്ഷനിൽ ഈ രണ്ട് പ്ലേയേഴ്സിനെ ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല, എല്ലാവർക്കും തന്നെ അറിയാം. പിന്നെ മിലൻകോ അവൈലബിൾ ആണ്, ഞാൻ മിലൻകോ എടുക്കുന്നില്ല. ലോറൻസിനെയാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. കാരണം ലോറൻസ് പലർക്കും അറിയത്തില്ല, ഇംഗ്ലീഷ് കൗണ്ടിയൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് നല്ലോണം അറിയാം ഡാൻ ലോറൻസ് എത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള ഒരു ഹിറ്റർ ആണെന്നുള്ളത്. സോ ഹീ ഈസ് ദ വൺ ടു വാച്ച് ഔട്ട് ഫോർ, അല്ലെങ്കിൽ ഒരു GL ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് ഡാൻ ലോറൻസ്. ബൗളിങ്ങിൽ നമുക്ക് ഫസ്റ്റ് പറയാൻ പറ്റുന്നത് ബെൻ ലോഫിനെ ഞാൻ എടുക്കുന്നുണ്ട്. എക്സ്പീരിയൻസ് ക്യാമ്പയിനറാണ്. അതുപോലെ ആഡം സാംബ എല്ലാവർക്കും അറിയാം, എടുത്ത് പറയേണ്ട കാര്യമില്ല. എല്ലാം നഥൻ കുൾട്ടർനൈൽ. സോ നഥൻ കുൾട്ടർനൈൽ ബൗളിംഗ് ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിലും ചില സമയങ്ങളിൽ മാക്സ്വെലിൻ്റെ ടീം കുറച്ച് പുഷ് അപ്പ് ദ ഓർഡർ ഫോർ ബിഗ് ഹിറ്റിംഗ്, സോ അങ്ങനെയും യൂസ് ചെയ്യാം. സോ ഈ ഒരു കോമ്പിനേഷനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ടോം കൂപ്പറിനെ വേണമെന്നുണ്ടെങ്കിൽ മാറ്റാം. ടോം കൂപ്പറിനെ മാറ്റി ബെൻടങ്ങിനെ എടുക്കാം, അതും നല്ലൊരു ഓപ്ഷനാണ്. ബട്ട് ഞാൻ അവരുടെ മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റിൻ്റെ ബാറ്റിംഗ് ഓർഡറാണ്. ബാറ്റിംഗ് ഓർഡറിൽ അവരുടെ മിഡിൽ ഓർഡർ കൂടെ അല്പം വീക്കാണ്. സോ ടോം കൂപ്പർ ഒരു എക്സ്പീരിയൻസ്ഡ് ക്യാമ്പയിനറാണ്. സോ അതുകൊണ്ടാണ് ഞാൻ ടോം കൂപ്പറിൽ പോകുന്നത്. നിങ്ങൾക്ക് ഈ ഒരു കോമ്പിനേഷനിൽ പോകാം, യാതൊരു പ്രോബ്ലം ഇല്ല. സോ ക്യാപ്റ്റൻ വൈസ് ക്യാപ്റ്റൻ പ്രോബ്ലി എല്ലാവരും ഇടാൻ പോകുന്നത് മാക്സ്വെൽ, ലിന്നാണ്. അതിൽ കൂടുതൽ ട്രൈ ചെയ്യാൻ പോകുന്നത് ക്യാപ്റ്റൻ ലിന്നും വൈസ് ക്യാപ്റ്റൻ മാക്സ്വെൽ ആണ്. ബട്ട് മാക്സ്വെൽ ചിലപ്പോൾ പവർ പ്ലേയിലൊക്കെ ബൗൾ ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ അതുകൊണ്ടാണ് ഞാൻ മാക്സ്വെൽ ഇവിടെ ക്യാപ്റ്റൻ കൊടുത്തിരിക്കുന്നത്, വൈസ് ക്യാപ്റ്റൻ ക്രിസ്ലിനും. നിങ്ങൾക്ക് സ്റ്റോയിനിസിനെ ട്രൈ ചെയ്യാം, കാരണം സ്റ്റോയിനിസ് ഓപ്പണറാണ്. സ്റ്റോയിനിസ് കഴിഞ്ഞ BBL ആണെങ്കിലും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ കളിച്ചൊരു പ്ലെയറാണ്. കഴിഞ്ഞ BBL പുള്ളി ബൗൾ ചെയ്തിട്ടില്ല, ബട്ട് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ബൗൾ ചെയ്യുന്നുണ്ട്. സോ അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. സോ മാർക്കസ് സ്റ്റോയിനിസ് ആണ് ഞാൻ കുറച്ചും കൂടെ പ്രിഫർ ചെയ്യുന്ന ഒരു ക്യാപ്റ്റൻ ഓവർ മാക്സ്വെൽ. സോ ഇതാണ് എൻ്റെ ഒരു ബേസ് ടീം. ശരിക്കും പറഞ്ഞാൽ ബ്രിസ്ബെയിൻ ഹീറ്റിന് വൺ ഓഫ് ദ പൂവറസ്റ്റ് ബാറ്റിംഗ് ആവറേജ് ആണ്, 21.54 ആണ് ഓഫ് ദ ടീംസ് ഓഫ് ദ ഫ്രേ. മെൽബൺ സ്റ്റാർസ് ഓൺ ദ അതർ ഹാൻഡ് ബെസ്റ്റ് ബാറ്റിംഗ് ടീമാണ്, ആവറേജിങ് 27.75 പെർ വിക്കറ്റ്. സോ ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാവാം മെൽബൺ സ്റ്റാർസിൻ്റെ ബാറ്റിംഗ് കപ്പാസിറ്റി. സോ ബ്രിസ്ബെയിൻ ഹീറ്റ് ഇറ്റ്സ് ഗോയിങ് ടു ബി ടഫ്. പ്ലെയർ അവൈലബിലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർണസ് ലബുഷാഗ്നെ, മാർക്സ് ടുഗെറ്റി, മിച്ചൽ സ്വെപ്സൺ, വിൽ പുസ്കോസ്കി എല്ലാവരും അവൈലബിൾ അല്ല, കാരണം ഡ്യൂ ടു നാഷണൽ കമ്മിറ്റ്മെൻറ്റ്സ്. ഇന്നലെ ഞാൻ പറഞ്ഞതാണ്. ഓവർസീസ് പ്ലെയേഴ്സ് ആയിട്ടുള്ള ലൂയിസ് ഗ്രിഗരി, നിക്കോളാസ് പൂരാൻ, അതുപോലെ തന്നെ മുജിബുർ റഹ്മാൻ ഒത്തിരിയധികം റീസൺസ് കാരണം ഔട്ടാണ്. മുജിബുർ റഹ്മാൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, കോവിഡ് പോസിറ്റീവാണ്. സോ ഈ ഒരു കാര്യം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് മെയിൻ ആയിട്ടുള്ള കീ പ്ലേയേഴ്സ്, അതായത് പറഞ്ഞ വിക്കറ്റ് കീപ്പർ സെക്ഷനിലുള്ള നിക്കോളാസ് പൂരൻ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് പിയേഴ്സണിന് പോകാനേ അല്ലാതെ വേറെ ഓപ്ഷൻസ് ഇല്ല. സെപ്ഗോവിച്ച് കളിക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. സോ ഇതാണ് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. സോ ക്യാപ്റ്റനിൽ പോകാനാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് പറയാൻ പോകുന്നത് ഗ്ലെൻ മാക്സ്വെൽ ആണ്. സ്റ്റാർസിൻ്റെ ക്യാപ്റ്റനാണ് മാക്സ്വെൽ. ബ്രില്യൻ ലിമിറ്റഡ് ഓവർ സീരീസ് കഴിഞ്ഞതാണ്. ഹി ഹാസ് സ്കോർഡ് 50+ സ്കോർസ് ഇൻ 6 ഗെയിംസ്. BBL 2019-20 വണ്ടർഫുൾ ആയിരുന്നു. ഹി ഹാസ് സ്കോർഡ് 398 runs in 60 innings at an average of 39.80 and a strike rate of 148.50. 10 wickets എടുത്തിട്ടുണ്ട്. സോ ഗ്ലെൻ മാക്സ്വെൽ is probably a good captain option.
വൈസ് ക്യാപ്റ്റനിൽ പറയാൻ പോകുന്നത് വൺ ഓഫ് ദ BBL ഗ്രേറ്റ്സ് ലിൻ ടോപ്പ് സ്കോറർ ആയിരുന്നു ഹീറ്റിന് വേണ്ടി. വിത്തൗട്ട് എ ഡൗട്ട് എല്ലാവർക്കും അറിയാം ഹീറ്റിന്റെ ബെസ്റ്റ് ബാറ്റ്സ്മാൻ ആണ്. 387 റൺസാണ് സ്കോർ ചെയ്യിക്കുന്നത് 14 ഇന്നിംഗ്സിന് അറ്റ് എ സ്ട്രൈക്ക് റേറ്റ് ഓഫ് 148.84. ടെറിഫിക് PSL ആയിരുന്നു, recording the highest individual score of the year 113 on his way to through 84 runs in 8 games at an average of 40.57 and a strike rate of 179.74. But ക്രിസ്ലിൻ സ്ട്രഗിൾ എഗൻസ്റ്റ് സ്പിൻ. അതുകൊണ്ടാണ് മുംബൈ ഇന്ത്യൻ സെറ്റപ്പിൽ ഒരു കളി പോലും കളിക്കാൻ പറ്റാത്തത്. ബട്ട് ക്രിസ്ലിൻ ഇസ് എ ഡേഞ്ചറസ് പ്ലെയർ പ്ലേയിങ് ഇൻ ഓസ്ട്രേലിയ. കാരണം ഓസ്ട്രേലിയയിൽ കൂടുതലും ഫാസ്റ്റ് ട്രാക്സ് ആണ്. സോ ഫാസ്റ്റ് ട്രാക്സ് ക്രിസ്ലിൻ ലവ് ടു പ്ലേ. ഹോട്ട് പിക്സ് ഫസ്റ്റ് പറയാൻ പോവുകയാണെങ്കിൽ മാർക്കസ് സ്റ്റോയിനിസ് ആണ്. ലീഡിംഗ് റൺ സ്കോറർ ആണ് BBL 9-ൽ. 705 റൺസാണ് 17 ഇന്നിംഗ്സ് അറ്റ് ആവറേജ് ഓഫ് 54.23. He has also recorded the highest individual score in BBL history, where he has smashed 79 balls, 147 runs against Sixers last season. IPL-ലും ഇമ്പോർട്ടൻറ്റ് ക്രൂഷ്യൽ ഒരുപാട് റൺസ് എടുത്തിട്ടുണ്ട്. 352 റൺസാണ് സ്കോർ ചെയ്തിരിക്കുന്നത്. പിക്കിംഗ് അപ്പ് 13 wickets in 17 games. So Stoinis can be a good vice captain choice too. But ഞാൻ പറയുന്നത് ഒരു ക്യാപ്റ്റൻ ഓപ്ഷൻ കൂടിയാണ്. ബെൻ ലോഫിൻ മോസ്റ്റ് സക്സസ്ഫുൾ ബൗളറാണ് BBL ഹിസ്റ്ററിയിൽ. ലോഫിന് 110 വിക്കറ്റ്സ് ആണ് ഉള്ളത് 88 ഗെയിംസിൽ നിന്ന് അറ്റ് ആൻ ആവറേജ് ഓഫ് 22.12. സ്റ്റാർസ് ആർ ഹിസ് ഫേവറേറ്റ് ഒപ്പോസിഷൻ ഇൻ ദ BBL. സ്ട്രെസ്ഡ് ആണ് ഞാൻ പറയുന്നത്. 21 വിക്കറ്റ്സ് ആണ് എടുത്തിരിക്കുന്നത് 12 ഗെയിംസ് അറ്റ് ആൻ ആവറേജ് ഓഫ് 16.10 എഗൻസ്റ്റ് ഹിസ് ഫേവറേറ്റ് ഒപ്പോസിഷൻ. സോ സ്റ്റാർസിനെതിരെ പുള്ളിയുടെ ആവറേജ് ഇസ് ഗുഡ്. സോ ബെൻ ലോഫിൻ ഇസ് എ ഗുഡ് ഓപ്ഷൻ. Adam Samba, leading wicket taker in the limited over leg of India 2 of Australia with 10 wickets in 6 games. Best spinner ആയിരുന്നു BBL 09-ൽ. He has picked up 20 wickets in 12 games at an average of 60.20. He can exploit Heat's weakness against spin like no other bowler. So Adam Samba is another good option. ഡിഫറൻഷ്യൽ പിക്കിൽ ഫസ്റ്റ് പറയാൻ പോകുന്നത് ഡാനിയൽ ലോറൻസ്. എല്ലാവർക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 23-year-old ഇംഗ്ലീഷ് ഓൾറൗണ്ടർ. ന്യൂ കമർ ആണ് BBL, പക്ഷേ എക്സെപ്ഷണൽ നാറ്റ്വേഴ്സ് T20 ആയിരുന്നു. ഹി ഹാസ് അമേസ്ഡ് 576 runs in 21 innings at a strike rate of 146.93 over the last 2 editions of T20 Blast. അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നിങ്ങൾക്ക് ബൗളിംഗിലും കിട്ടും. സോ GL ട്രൈ ചെയ്യാനുള്ള ഫസ്റ്റ് പ്ലെയർ ഡാനിയൽ ലോറൻസ് ആണ്. പിന്നെ ഉള്ളത് ആൻഡ്രെ ഫ്ലെച്ചർ. വെറ്ററൻ പ്ലെയർ ആണ്, വെസ്റ്റ് ഇൻഡീസിന് വേണ്ടിയുള്ള കളിക്കുന്നതാണ്. ഓൾമോസ്റ്റ് ഓൾ ദ ലീഗ്സിൽ കളിച്ചുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. ഓവർ 200 ഗെയിംസ് and 210 sixes in T20 format. Phenomenal hitter on the top of the order. He has gave a couple of good stats for West Indies in their recent tour to New Zealand, scoring 14 ball 34 and 14 ball 20. But he is more than capable player. So Andrew Fletcher is another option you can try in GL. സോ ഇപ്പോഴത്തെ അവൈലബിൾ ലൈൻ വെച്ചിട്ട് നിങ്ങൾക്ക് GL കുറച്ച് പ്ലെയേഴ്സ് പറയാനാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് പറയാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ആൻഡ്രെ ഫ്ലെച്ചർ ആണ്. ബെൻഡങ് നിങ്ങൾക്കറിയാം, ബെൻഡങ് സ്റ്റോയിനിസും എല്ലാം നിങ്ങൾക്ക് സേഫ് ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന പ്ലെയർ ആണ്. ഹിൽട്ടൺ കാർട്ട്റൈറ്റ് ആരും ട്രൈ ചെയ്യത്തില്ല. കഴിഞ്ഞ BBL സീസണിൽ ടീമിന്റെ ക്രൂഷ്യൽ ജങ്ജേഴ്സ് നമുക്ക് നോർമലി നമുക്ക് പറയാം മെൽബൺ സ്റ്റാർസിന്റെ ബാറ്റിംഗ് ലൈനപ്പ് സ്ട്രോങ് ആണ്. ബട്ട് സംടൈംസ് 1, 2, 3 പെട്ടെന്ന് പോകാന്നുണ്ടെങ്കിൽ ഹിൽട്ടൺ കാർട്ട്റൈറ്റ് ഈസ് ദ പ്ലെയർ ടു ഗോ along with Glyn Maxwell. നിക് ലാർക്കിൻ അതുപോലെ തന്നെ പലർക്കും അറിയത്തില്ല പുള്ളിയുടെ പൊട്ടൻഷ്യൽ. ഈസ് എ ഹ്യൂജ് ഹിറ്റിംഗ് പ്ലെയർ. നിങ്ങളുടെ ടോപ്പ് ഓർഡർ ഫ്ലോപ്പ് ആവുന്നുണ്ട്, കാരണം പുള്ളിയുടെ ബാറ്റിംഗ് ഓർഡർ വളരെ ഡൗൺ ദ ഓർഡർ ആണ്. സോ ബാറ്റിംഗ് ഓർഡർ എഗൻസ്റ്റ് ഫ്ലോപ്പ് ആവുന്നുണ്ടെങ്കിൽ നിക് ലാർക്കിൻ ഈസ് എ ഗുഡ് ഓപ്ഷൻ. നത്തൻ കോൾട്ടനൈറ്റ് ക്യാൻ ബാറ്റ് ടു. ഇനി ദിൽബാർ ഹുസൈൻ ഈസ് എ പ്ലെയർ ടു വാച്ച് ഔട്ട് ഫോർ. കാരണം അധികം ആർക്കും അറിയത്തില്ല, പല ലീഗ്സിൽ കളിച്ചിട്ടുണ്ട്. ഹി ക്യാൻ റീപ് ദ ടോപ്പ് ഓർഡർ ഓഫ് ബ്രിസ്ബെയിൻ ഹീറ്റ്. ഇനി ബ്രിസ്ബെയിൻ ഹീറ്റിന്റെ ടോപ്പ് ഓർഡർ നോക്കുകയാണെങ്കിൽ മാക്സ് ബ്രയന്റെ പേഴ്സണൽ സെലക്ഷൻ വളരെയധികം ലോ ആണ്. ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് പ്ലെയർ ഇൻ ദിസ് സെറ്റപ്പ്. ക്രിസ്ലിൻ അലോങ് വിത്ത് മാക്സ് ബ്രയൻ. മേ ബി ഒരു 50-60 റൺസോ അല്ലെങ്കിൽ 100 റൺസോ സ്കോർ ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ പറയുന്നില്ല കൺഫേം ആയിട്ട്. പക്ഷേ ഒരു എന്താ പറയുക കേപ്പബിൾ പ്ലെയർ ആണ്. 40 ഒരു 16 ബോൾ 20 ബോൾ 30 അങ്ങനെയൊക്കെ ഒരു സ്റ്റാർട്ട്സ് കൊടുക്കുന്ന ഒരു പ്ലെയർ ആണ്. കഴിഞ്ഞ സീസണിൽ കൺസിസ്റ്റന്റ് അല്ലായിരുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യനേ ഉള്ളൂ. ബട്ട് മാക്സ് ബ്രയൻ ഈസ് എ സീസൺ ക്യാമ്പൈനർ. ടോം കോപ്പർ അതുപോലെ തന്നെ അധികം ട്രൈ ചെയ്തില്ല. ഹി ക്യാൻ ബൗൾ ടു. ഫസ്റ്റ് ബാറ്റിംഗിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഹി ക്യാൻ ബൗൾ ടു. അതുപോലെ തന്നെ ബൗളിങ്ങിൽ ഒത്തിരി അധികം എല്ലാവരും അതിശയിപ്പിച്ചിട്ട് കുറച്ച് പെർഫോമൻസ് ഉണ്ട് BBL. കഴിഞ്ഞ സീസണിൽ നിങ്ങൾക്ക് റെക്കോർഡ്സ് നോക്കുമ്പോൾ മനസ്സിലാവും. സാം ഹേസ്ലെറ്റ് ഈസ് അനദർ ഗുഡ് ഓപ്ഷൻ. ഡാൻ ലോറൻസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാന്നുള്ള ഒരു പ്ലെയർ ആണ്. ജിം പിയർസൺ അധികം റെക്കോർഡ്സ് ഇല്ല, ഒരു ഹിറ്റ് ഓർ മിസ് ടൈപ്പ് ഓഫ് പ്ലെയർ ആണ്. ഷേവിയർ ബ്രൈറ്റ്ലെറ്റ് വളരെ ഇമ്പോർട്ടൻറ്റ് പ്ലെയർ ആണ്. സൈമൺ മിലോൻകോ അതുപോലെ തന്നെ ഹിറ്റ് ഓർ മിസ് ടൈപ്പ് ഓഫ് പ്ലെയർ ആണ്. ഹിറ്റ് ഓർ മിസ് ഉറപ്പാണ്. ബെൻ ലാഫിൻ സീസൺ കമ്മിയർ ആണ്. മാറ്റ് കുനേമൻ അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് പ്ലെയർ ആണ്. ജാക്വുഡ് കൊണർസുളി അതുപോലെ തന്നെ ഒരു ഹിറ്റ് ഓർ മിസ് ടൈപ്പ് ഓഫ് പ്ലെയർ ആണ്. സോ ബ്രിസ്ബെയിൻ ഹീറ്റിന്റെ ബൗളിംഗ് നോക്കുകയാണെങ്കിൽ അതർ ദാൻ ബെൻ ലാഫിൻ അല്ലെങ്കിൽ മാറ്റ് കുനേമൻ
ഒരു ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ ഒരു വിക്കറ്റ് ടേക്കിംഗ് എബിലിറ്റി ഉള്ള പ്ലേയേഴ്സ് കുറവാണ്. അതുപോലെ തന്നെ മെൽബൺ സ്റ്റാർസിൻ്റെ ബാറ്റിംഗ് ഓർഡർ ഹയസ്റ്റും ആണ്. സോ ഓവറോൾ നമുക്ക് നോക്കുവാണെങ്കിൽ സ്മോൾ ലീഗ് നമുക്ക് പ്രഡിക്ഷൻ പറയാൻ പറ്റുന്നത് മെൽബൺ സ്റ്റാർസ് ജയിക്കും എന്നുള്ളതാണ്. സോ വേറെ എന്തെങ്കിലും നമുക്ക് ചേഞ്ചസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചാനലിൽ വരാം. സോ ഓൾമോസ്റ്റ് എല്ലാ ഐഡിയാസും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. വേറെ എന്തെങ്കിലും ടിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ചാനലിൽ ഇടും. ചാനലിൻ്റെ ലിങ്ക് ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എനിവേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൂട്ടുകാരിൽ എത്തിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്തൊരു വീഡിയോ വരെ എല്ലാവർക്കും ബൈ.